ഏകദേശം 4000 വർഷം മുൻപ് യൂപ്രട്ടീസ് ടൈഗ്രിസ് നദീതടത്തിലുള്ള പുരാതന മെസപ്പൊത്തോമ്യ നഗരമായ ഊരിൽ നിന്നും ഉരിയാടാത്ത ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അബ്രഹാമിന് ജീവനുള്ള ഏകസത്യ ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി. താൻ അവിടെ നിന്ന് പുറപ്പെട്ടു ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത് വന്നു പാർത്തു. അങ്ങനെ അബ്രഹാമിലൂടെ ദൈവം തെരഞ്ഞെടുത്ത തന്റെ വാഗ്ദത്ത സന്തതിക്ക് ലെബനോൻ, മിസ്രൈം നദി, മെഡിറ്ററേനിയൻ കടൽ, യൂഫ്രട്ടീസ് നദി എന്നിവയ്ക്കിടയിലുള്ള വിശാലമായ ഭൂപ്രദേശങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തു. വളരെ വർഷങ്ങൾ ക്ഷേമത്തോടും ഐശ്വര്യത്തോടും കൂടെ അവർ വസിച്ചു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 31, യോശുവ 24-ന്റെ 2-3, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ കാണാൻ കഴിയും. കനാൻ ദേശം, യഹൂദ ദേശം, ഇസ്രായേൽ ദേശം എന്നൊക്കെ പേരുള്ള ദേശത്തിന് പാലസ്തീൻ എന്ന് പേര് നൽകിയത് റോമാക്കാരാണ്. കടുത്ത യഹൂദ വിരോധ നിമിത്തം യഹൂദന്മാരുടെ ഒരു പ്രബല ശത്രുവായിരുന്ന ഫെലിസ്ത്യരുടെ നാമത്തോട് ബന്ധപ്പെടുത്തി പാലസ്തീൻ നാടെന്ന് റോമാക്കാർ ഇതിന് പേര് നൽകി എന്നുള്ളതാണ്. അബ്രഹാമിന്റെ കാലം മുതൽ അദ്ദേഹം തന്റെ സന്താന പരമ്പരകളും ഈ ദേശം കൈവശം വെച്ച് അനുഭവിച്ചു പോകുന്നതായി ചരിത്രം പറയുന്നു. ഇവിടെ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങൾ തന്റെ മകനായ ഇസാക്കിനും ഇസാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബിനും പുതുക്കി കൊടുത്തു എന്നുള്ളതാണ് സത്യം. അബ്രഹാമിന്റെ പുത്രനായ യാക്കോബിനെയും തന്റെ സന്താന പരമ്പരകളെയും ഒരു സംഘടിതമായ ജനവർഗമായി ഉയർത്തേണ്ടതിന് ദൈവം അവരെ ഈജിപ്തിലേക്ക് അയച്ചു. അവർ അവിടെ എത്തും മുമ്പേ യാക്കോബിന്റെ ഇഷ്ടപുത്രനായ യോസഫ് ഈജിപ്തിന്റെ മന്ത്രിപദത്തിലെത്തിയിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ആ രാജ്യത്തില് ഭരണാധിപനായിരുന്ന ഫറവോ രാജാവിനെ ദൈവഭക്തനായ യാക്കോബ് കൈവച്ച് അനുഗ്രഹിക്കുന്നതായി കാണാം. അനന്തരം ഈജിപ്തിലെ ഏറ്റവും ഫലപുഷ്ടമായ ഗോശാൻ ദേശത്ത് യാക്കോബും കുടുംബവും അഭിമാനത്തോടെ ജീവിച്ചു എന്ന് ചരിത്രം സാക്ഷിയാണ്. എന്നാൽ തുടർന്ന് വന്ന ഭരണകൂടം അവരുടെ വർധനവും അഭിവൃദ്ധിയും കണ്ട് അസൂയമൂത്ത് അവരെ അടിമകളാക്കി മാറ്റി എന്നുള്ളതാണ്. എന്നാൽ മോശ മുഖാന്തരം ദൈവം അവരെ ഈജിപ്തിൽ നിന്നും 10 ബാധകൾ അയച്ചവരെ വിടുവിച്ചു. BC 1500 സർവശക്തനായ ദൈവം ചെങ്കടൽ വിഭാഗിച്ച് അത്ഭുതകരമായി അവരെ മരുഭൂമിയിലെത്തിച്ചു. വിളയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകി. ഇത് മുഖാന്തരം അവർക്ക് ദൈവത്തെ അടുത്തറിയാൻ കഴിഞ്ഞു. തേൻ ചേർത്ത ദോശയുടെ രുചിയുള്ള സ്വർഗീയ ധാന്യമായ മന്നയായിരുന്നു അവർക്ക് നൽകിയ പ്രധാന ഭക്ഷണം. ചൂടേറിയ മരുഭൂമിയിൽ തീക്കൽപ്പാറ പിളർന്ന് ദൈവം അവർക്ക് ദാഹജലം നടത്തി. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം ജലതടാകമായി, നദിയായി, പിന്നീട് പല നദികളായി, തോടുകളായി അവരവരുടെ കൂടാരത്തിന് ഏറ്റവും അടുത്ത് എത്തിച്ചു കൊടുത്ത ദൈവത്തിന്റെ കരുതൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവരുടെ നായകനായ മോശയുടെ മരണത്തിന് ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ യോർദാനെ കീറിമുറിച്ച് അവർ ഇസ്രായേൽ ദേശത്ത് വന്ന് വീണ്ടും സ്ഥിരതാമസമാക്കി. അങ്ങനെ ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനും ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പാലസ്തീൻ ദേശം ഇസ്രായേലുടെ കൈവശമായി തീർന്നു. ദൈവം നീതിമാനാകിയാൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അനീതി ചെയ്യുന്നവനല്ല എന്നുള്ളതാണ്. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തത്, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശത്തെ അവകാശമായി കൊടുക്കും എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിലാണ്. ആമേൻ. എന്ന പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുക എന്ന വലിയ ഒരു ചരിത്ര സംഭവങ്ങൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഒരുവനെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് ദൈവം അത് പൂർത്തീകരിക്കും. അവനിലൂടെ അത് അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ നിന്നെക്കുറിച്ച് ദർശനമുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് വാഗ്ദത്തമുണ്ടെങ്കിൽ, എത്ര വലിയ പ്രതിസന്ധികളും എത്ര വലിയ ചെങ്കടലും എത്ര വലിയ യോർദാനും തടസ്സമായി നിന്നാൽ അതിനെ നീക്കി ദൈവം വാഗ്ദത്ത ദേശത്ത് എത്തിക്കുമെന്നുള്ളതാണ്. പുതിയ നിയമ ഇസ്രായേലായ ദൈവമക്കളെ ദൈവം സ്വർഗീയ കനാൻ നാട്ടിൽ എത്തിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.